തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. കോള് കണക്ട് ആയത് ഡിവൈഎസ്പി സാറിനായിരുന്നു. ആകെ പുലിവാലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഡിവൈഎസ്പി നേരിട്ട് സ്റ്റേഷനിലെത്തിയ പിന്നത്തെ എൻക്വയറി നടത്തിയത്. വന്നപ്പോ അവളും ഡിവൈഎസ്പിയും തമ്മിൽ മുൻപരിചയമുണ്ട്. ഡിവൈഎസ്പി മൂകാംബികയില് സ്ഥിരമായിട്ട് പോകുന്ന ആളാ. ഇവളുടെ വേണ്ടപ്പെട്ട ആരോ ആണ്. അദ്ദേഹത്തിന് വേണ്ട സഹായമൊക്കെ അവിടെ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അവളുടെ വൈയായികയും സംസാരശേഷി ഇല്ലായ്മയൊക്കെ കണ്ടപ്പോ അങ്ങേർക്ക് മുടിഞ്ഞ സെന്റിമെന്റ്സ്. അവളോടുള്ള സെന്റിമെന്റ്സിന് എന്റെ തൊപ്പി തെറിക്കേണ്ടതായിരുന്നു. ദേ, ഒരു കാര്യം ഉറപ്പാ മേഡം, അവള് നിസ്സാരക്കാരിയൊന്നുമല്ല. എന്തൊക്കെയോ അത്ഭുത ശക്തി അവൾക്കുണ്ട്. അതുകൊണ്ട് മാഡം ഒരു ഉപകാരം ചെയ്യണം. അവളുമായി ബന്ധപ്പെട്ട ഒരു കേസിനും എന്നെ വിളിക്കരുത്. ഇവിടെ നിന്നെടുത്ത 3.25 പവന്റെ മാല. പിന്നെ അവളോട് കളിക്കാൻ പോകുന്നത് സൂക്ഷിച്ചു വേണം. ഒരിക്കൽ കൂടി ഞാൻ പറയുക, അവളെ സൂക്ഷിക്കേണ്ട ഇനവാ. എന്നാ ഞങ്ങൾ പോട്ടെ മേഡം. എല്ലാവർക്കും അവളെ കുറിച്ച് ഇതേ പറയാനുള്ളൂല്ലോ. ആ, എന്തായാലും നാണം കെടാതെ കിട്ടിയല്ലോ. മാലയും തിരിച്ചു കിട്ടി. അയ്യോ അയ്യോ അയ്യോ, പാമ്പ്! കളോ! പാമ്പ്! അയ്യോ, കള ശ്രീലത! എന്റെ മൂകാംബിക അമ്മേ, എന്തൊക്കെയാ ഞാനീ കേൾക്കുന്നത്? ആ ഡിവൈഎസ്പിക്ക് അപ്പൊ അവിടെ വരാൻ തോന്നിയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു മോളെ നിന്റെ അവസ്ഥ? അവരെല്ലാവരും ചേർന്ന് മോളെ കള്ളിയാക്കി ജയിലിലടക്കില്ലായിരുന്നോ? സാക്ഷാൽ മൂകാംബിക അമ്മയാ ആ ഡിവൈഎസ്പിയുടെ സ്ഥാനത്ത് വന്ന് മോളെ രക്ഷിച്ചത്. മോളെ, സത്യം നിന്റെ കൂടെയാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് നിനക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്നാലും ഈ പാവത്തിനെ കള്ളിയാക്കാനും കള്ളക്കേസ് കൊടുക്കാനും ഇവിടെയുള്ളവർക്ക് മനസ്സനുവദിച്ചല്ലോ. എത്രയൊക്കെ ആയാലും സന്ദീപ് താലി കെട്ടിയ പെണ്ണല്ലേ ഇവള്. അതെങ്കിലും അവർക്ക് ഓർക്കായിരുന്നില്ലേ? പിടിക്കുന്നിടം ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നവളാ ശ്രീകല. ഇക്കാര്യത്തിലും അത് തന്നെയാ സംഭവിച്ചത്. സന്ദീപ് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ ഇവിടെ നടന്നതൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഈ മോളോട് കാണിക്കുന്ന അനീതിക്കും അക്രമത്തിനും ഒരു തീരുമാനം ഉണ്ടാവണല്ലോ. വേണ്ട അംബികെ, ഇതൊന്നും സന്ദീപിനെ അറിയിക്കണ്ട. അവൻ ഇതൊക്കെ അറിഞ്ഞ അമ്മയും മോനും തമ്മില് വലിയ വഴക്ക് നടക്കും. അതിന്റെ ഫലം ദേവൂട്ടിയാവും അനുഭവിക്കേണ്ടി വരിക. ഇനി ഈ വീട്ടില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ആ ഉറപ്പ് പോരെ അമ്പിയേക്ക്?